ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴുത്ത ചക്ക കൊണ്ട് ബോണ്ടയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത്രയും ചക്കയുടെ ചുളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഇല്ല, അത്രയും നല്ല പഴുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്ത് ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി കുഴച്ചതിന് ശേഷം ഇതിൽ മാവ് നല്ല പോലെ ലൂസാണെങ്കിൽ കുറച്ചുകൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും അതിനുശേഷം 2 ടീസ്പൂൺ പഞ്ചസാരയും കളറിന് വേണ്ടിയിട്ട് ലേശം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചുകൂടെ പൊടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പ് മൈദപ്പൊടി കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് അടച്ച് വയ്ക്കുന്നുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ചൂടാവാൻ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. മാവ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേവാതെ പോകും. അപ്പോൾ കുറഞ്ഞ തീയിൽ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ മാവ് കൂട്ടിയതിന് ശേഷം 1/2 മണിക്കൂർ സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മാവ് കൂട്ടിയിട്ട് അപ്പം തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു കുറച്ച് സോഡാപ്പൊടി കൂട്ടാം. നമ്മൾ 1/2 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.